ഉറക്കം വരുമോ? എന്ത് കഥയാ വേണ്ടത്? പണ്ട് 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 ഈ സിറ്റി വലിയൊരു കാടായിരുന്നു. അന്നിവിടെ രാജഭരണമായിരുന്നു. രാജാവിനൊരു വലിയ കൊട്ടാരവും കൊട്ടാരത്തോട് ചേർന്ന് ഒരു അമ്പലവും ഉണ്ടായിരുന്നു. ഈ കാടില്ലേ, അവിടെ മോളെ പോലെ ഉണ്ട കണ്ണൊക്കെ ആയിട്ട് ഒരു കൊച്ചു കുട്ടി ഉണ്ടായിരുന്നു. കുട്ടിയും കൂട്ടുകാരും ആരും അറിയാതെ അമ്പലത്തിൽ അവിടുന്ന് കിട്ടിയ ആ മുട്ട് അറിയാതെ കുട്ടിയുടെ കയ്യിലായിരുന്നു. അമ്പലത്തറയിൽ കിടന്ന് കിട്ടിയ മുട്ടായതുകൊണ്ട് കുട്ടികൾ അത് അവരുടെ ദേവിക്ക് സമർപ്പിച്ചു. ഇതറിഞ്ഞ രാജാവിന് ഭയങ്കര ദേഷ്യം വന്നു. കൊല്ലുമെന്നുള്ള വിവരം അറിഞ്ഞ ഉടനെ അവരെല്ലാം കാട്ടില് ഒരു ഗുഹയിൽ ഒളിച്ചു. കാവലായി ചെയ്തവരുണ്ടോ? ആശയായി നാളമൊന്നുണ്ടോ? കാടും ഈ കരയും കാക്കും വീരനേതോ? മക്കളുടെ ചങ്കിൽ തറയ്ക്കും വിഷം തൊട്ട കൂരമ്പിൻ കമ്പ് ഊരി മാറ്റി മരുന്നു പൊത്താൻ കോമരമുണ്ടോ? മഞ്ഞിതിൽ കാറ്റുറയുമ്പോൾ ചെങ്കടലോർമ്മയാകുമ്പോൾ ചൂട് തന്ന് പാടിയുറക്കാൻ ഈശ്വരനുണ്ടോ? ആർക്കും അറിയാത്ത എന്തോ ഉണ്ടായിരുന്നു, ഒരു പ്രത്യേക ശക്തി. അമ്മ കനവുണ്ടോ നീയുണ്ടോ? കനവുണ്ടോ നീയുണ്ടോ? ഒരു ദേശമാകെ ഗുഹയിൽ നിന്ന് പുറത്തു വന്ന കുട്ടിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് മനസ്സിലായില്ല. അങ്ങനെ കുഞ്ഞുനീലി വളർന്ന് 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 വലിയൊരു പെണ്ണായി. നീലി ഓരോ പുതിയ സ്ഥലത്ത് ഇടുമ്പോഴും അവിടെയുള്ള ദുഷ്ടന്മാരായ ആൾക്കാരെ കണ്ടുപിടിച്ച് അവരെ കൊന്നു അവരുടെ ചോര കുടിക്കും. അതോടുകൂടി കാടിന്റെ മക്കൾക്ക് നീലി ഒരു ദേവിയായി, അല്ലാത്തവർക്ക് അവളുടെ രക്ഷ. നീലിയുടെ വീക്ക്നെസ് അറിയാവുന്ന ഒരാൾ വന്നു നീലിയെ പിടിക്കാൻ. തലവണ കൂപ്പിട് ചന്ദ്ര. समंदर सारी दुनिया मेरे अंदर मेरे इशारे चुका दे सितारे. मैं ही आत्मा, मैं परमात्मा.
போற ஒண்ணு இது ஒண்ணும் தற்செயலா நடக்கல, எல்லாம் நடக்க வேண்டியதுதான். நான் எனக்குன்னு தனி சாம்ராஜ்யத்தை உருவாக்க போறேன். குறுக்க எவன் வந்தாலும் அழிச்சிடுவேன். മനുഷ്യനോ അല്ലയോ ഈ സാഗ വേണ്ടി. അപ്പാപ്പനൊക്കെ എങ്ങനെ അറിയാം? അപ്പാപ്പൻ ഒരു ബുക്ക് കിട്ടി, ഒരു പള്ളിയിലച്ഛൻ എഴുതിയ ബുക്കാ. അതിലെല്ലാ കഥകളും ഉണ്ട്. അപ്പൊ നീല് ശരിക്കും സൂപ്പർ ഹീറോ ആണോ? അങ്ങനെ ചോദിച്ചാ ഒരു ടൈപ്പ് സൂപ്പർ ഹീറോ.